അതല്ലേ പറഞ്ഞ സൂചിച്ചേട്ടൻ മരിച്ചുപോയി. ഇതുവരെ തണലിലായിരുന്നു. മരിച്ചുപോയ ആളുടെ തണലിൽ ജീവിക്കാന്ന് പറഞ്ഞാൽ അതൊരു രേണുവിന് സ്വന്തം അഡ്രസ് ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചാൽ രേണു എന്നുള്ള ഒരാളുണ്ടായിരുന്നു, അഡ്രസ്സും ഉണ്ടായിരുന്നു. നീയല്ല നിന്റെ തന്ത വിചാരിച്ചാലും രേണുസിനെ നിർത്തത്തില്ല കേട്ടോ. ഒരുത്തം വന്ന് നിർത്തിക്കോളാം. എന്താണ് നിന്റെ തലേക്കറിയാണോ ഞാൻ ലൈവ് വരുന്നത്? നിന്റെ തലേക്കറിയാണോ ഞാൻ ഇതൊക്കെ ചെയ്യണത്? 2 ദിവസത്തിന് മുന്നേ നമ്മുടെ കൊല്ലം സുധിയുടെ വൈഫായിട്ടുള്ള രേണു സുധി ഒരു ലക്കി ഡ്രോ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു ലക്കി ഡ്രോ എന്ന് പറയുന്ന ഒരു സംഭവം നമ്മുടെ കേരളത്തിൽ നടത്താൻ പറ്റത്തില്ല. അത് നമ്മുടെ കേരളത്തിൽ ഇല്ലീഗലാണ്. അതുപോലും മനസ്സിലാക്കാണ്ടാണ് ഈ ഒരു പ്രൊമോഷനുമായിട്ട് ഇറങ്ങിയത്. ആ ഒരു വീഡിയോ ഇപ്പൊ നൈസായിട്ട് അങ്ങോട്ട് അവർ മുക്കിയിട്ടുണ്ട്. വീഡിയോ എടുത്ത് മാറ്റിയതിന്റെ കാര്യം പുള്ളിക്കാരത്തി വന്ന് പറഞ്ഞിട്ടുമില്ല. ആ ഒരു ലക്കി ഡ്രോ വീഡിയോയിൽ കുറച്ച് നമ്പറൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ ഒരു നമ്പറിലേക്ക് വിളിച്ചിട്ട് കുറച്ചുപേർ ബന്ധപ്പെട്ടിട്ടുണ്ട്. ആ ഒരു നമ്പറിൽ വിളിച്ചിട്ട് ഇതിന്റെ സത്യാവസ്ഥ എന്താണെന്നൊക്കെ അന്വേഷിച്ചിട്ടുണ്ട്. എനിക്ക് വന്ന സൗണ്ട് കേട്ടിട്ട് സീക്രട്ട് ഏജന്റ് ആണെന്ന് തോന്നുന്നു. ചിലപ്പോൾ അതിനെ കുറിച്ചിട്ട് സായി ഒരു വീഡിയോ ഒക്കെ ചെയ്യുമായിരിക്കും. എന്തായാലും ആ വീഡിയോ മുക്കിയത് നല്ല കാര്യമായി. ഇനി ഇതുപോലുള്ള മണ്ടത്തരങ്ങളൊക്കെ കാണിക്കാതിരിക്കുക. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും ജനങ്ങളെ പൊട്ടന്മാരാക്കരുത്. നിങ്ങളെയൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ഇപ്പോഴും ഉണ്ട്. ഈ രേണുസുധി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ അത്യാവശ്യം റീച്ച് ഉള്ള ഒരു വ്യക്തിയാണ്. മേ ബി രേണുസുധീനെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ഇപ്പോഴും ഉണ്ട്. മേ ബി ചിലപ്പോൾ നിങ്ങളോടുള്ള സ്നേഹം കാരണം അവരെ ഇഷ്ടപ്പെടുന്നവർ ചിലപ്പോൾ ഈ കൂപ്പൺ എടുക്കാനായിട്ടുള്ള ചാൻസ് ഒക്കെ ഉണ്ട്. അതിനൊക്കെ മുന്നേ തന്നെ നിങ്ങൾ ആ വീഡിയോ പിൻവലിച്ചത് ഒരു നല്ല കാര്യം തന്നെയാണ്. നമുക്ക് എന്തായാലും ശരിക്കുള്ള വിഷയത്തിലോട്ട് വരാം. ഈ രേണുസുധിയുടെ ഒരു ലേറ്റസ്റ്റ് ഇന്റർവ്യൂ ഉണ്ട്. രാധാകൃഷ്ണൻ എന്ന് പറയുന്ന ഒരു വ്യക്തിക്കാണ് ഇന്റർവ്യൂ കൊടുത്തത്. രേണു പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്, നമുക്ക് അതൊന്ന് കേട്ടിട്ട് വരാം. സൂചിച്ചേട്ടൻ മരിച്ചു പോയതല്ലേ, പിന്നെ അങ്ങനെ സുധിയുടെ തണലിൽ ജീവിക്കുന്നത്? അതല്ലേ പറഞ്ഞ സൂചിച്ചേട്ടൻ മരിച്ചുപോയി. ഇതുവരെ തണലിലായിരുന്നു. മരിച്ചുപോയ ആളുടെ തണലിൽ ജീവിക്കാന്ന് പറഞ്ഞാൽ അതൊരു രേണുവിന് സ്വന്തം അഡ്രസ് ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചാൽ രേണു എന്നുള്ള ഒരാളുണ്ടായിരുന്നു, അഡ്രസ്സും ഉണ്ടായിരുന്നു. പിന്നെ ഭർത്താവിന്റെ പേര് വെച്ചിട്ടല്ലാതെ വേറെ പേരിൽ അറിയപ്പെടാൻ പറ്റത്തില്ല. കേട്ടല്ലോ, നിങ്ങളുടെയൊക്കെ രേണു സുധിയാണ് ഇത് പറഞ്ഞത്. സുധിയുടെ തണലിലാണോ ജീവിക്കുന്നതെന്ന് പറയുമ്പോൾ ഞാൻ സുധിയുടെ തണലിലല്ല ജീവിക്കുന്നതെന്ന്. നാഴികയ്ക്ക് 40 വട്ടവും എന്റെ സുധിച്ചേട്ടൻ എന്ന് പറയുന്ന വ്യക്തി സുധിച്ചേട്ടന്റെയൊക്കെ ഫോട്ടോ വെച്ചാൽ നിനക്കൊക്കെ എന്താണ് പ്രശ്നം എന്ന് പറഞ്ഞു നടക്കുന്ന ഒരു വ്യക്തിയാണ് ഇവര്. എന്നിട്ട് ഇപ്പൊ എന്താണ് രേണു ഇങ്ങനെ വന്നിട്ട് സംസാരിക്കുന്നത്? ഈ വീഡിയോയുടെ താഴത്തുള്ള കമന്റ്സുകളൊക്കെ നിങ്ങളൊന്ന് നോക്കണം. രേണുവിന്റെ പറഞ്ഞൊരു ഡയലോഗ് ഉണ്ട്, അത് ഞാൻ നിങ്ങൾക്ക് ഒന്ന് കേൾപ്പിച്ചു തരാം. വാ. പിന്നെ സുധിച്ചേട്ടനെ വിറ്റ് കാശാക്കുന്നു എന്ന് പറയുന്നത് എവിടെ ചെന്ന് വിൽക്കാനാ? ഞാൻ എനിക്ക് ഇൻസ്റ്റയെന്നോ ഫേസ്ബുക്കിന്നോ ഒരു വരുമാനവും കിട്ടുന്നില്ല. എൻ്റെ ഭർത്താവിന്റെ ഫോട്ടോ ഞാൻ ഇടും ഇതൊട്ട് ഒരിക്കലും മാറ്റത്തില്ല. അത് എൻ്റെ ഇഷ്ടമാണ്. എൻ്റെ ഭർത്താവിന്റെ ഫോട്ടോ ഇടണോ? രേണു സുധി മാറ്റുന്നില്ല. നെഗറ്റീവ് കമന്റ്സ് ഒന്നും ചേച്ചി മൈൻഡ് ചെയ്യുന്നില്ല. ഇപ്പം ഇങ്ങനെ നോക്കും, നെഗറ്റീവ് ഉണ്ടെങ്കിൽ സൈക്കോ പോലായിപ്പോ സന്തോഷമാണ് ഉള്ളിൽ നമുക്ക് വരുന്നത്. ഇത് നെഗറ്റീവ് ഇല്ലേ, അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. അപ്പോഴാണ് അതിനകത്തൊരു കമന്റ്, വിദഗ്ധർ ഒന്നും വന്നില്ല. ഇവർ ഈ വീഡിയോക്ക് അത് പറയുന്നത് നിങ്ങൾ കേട്ടില്ലേ? ഞാൻ സുധിച്ചേട്ടന്റെ പേര് വെക്കും, സുധിച്ചേട്ടന്റെ ഫോട്ടോ വെക്കും, നിനക്കൊക്കെ എന്താണ്? അതിനൊന്നും നമുക്ക് യാതൊരു പ്രശ്നവും ഇല്ല. കാര്യം നിങ്ങളുടെ ഭർത്താവാണ്. നിങ്ങൾക്ക് പേര് വെക്കാം, നിങ്ങൾക്ക് ഫോട്ടോ വെക്കാം. ആ ഒരു ഐഡന്റിറ്റിയിൽ നിങ്ങൾ അറിയപ്പെടുന്നതിന് നമുക്കൊരു പ്രശ്നവും ഇല്ല. പക്ഷെ നായികക്ക് 40 വട്ടം ആ ഒരു മനുഷ്യന്റെ പേരിൽ ഇത്രയും ലെവലിൽ ഈ ഒരു ലെവലിൽ ഫേമസ് ആയിട്ട് നിങ്ങളിപ്പോ ഈ ഒരു ഡയലോഗ് എന്തർത്ഥത്തിന്റെ പേരിലാണ് പറഞ്ഞതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഞാൻ സുധിയുടെ തണലിലല്ല ജീവിക്കുന്നതെന്ന്, എനിക്ക് സ്വന്തമായിട്ട് ഐഡന്റിറ്റി ഉണ്ടായിരുന്നുവെന്ന്. ശരിക്കും ഇങ്ങനെയുള്ള വർത്താനമൊക്കെ കേൾക്കുമ്പോഴത്തേക്കും നമ്മൾ എങ്ങനെ പ്രതികരിക്കാണ്ടിരിക്കും? ഞാൻ ഇവരെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കാത്തതിന്റെ മെയിൻ കാര്യം ഇതൊക്കെ തന്നെയാണ്. നെഗറ്റീവിലൂടെ പബ്ലിസിറ്റി ഉണ്ടാക്കുക, ചുമ്മാ ഒരു മനുഷ്യന്റെ പേരിൽ, അതായത് ആ മരിച്ചുപോയ സുധിച്ചേട്ടന്റെ പേരിൽ സുധിച്ചേട്ടന്റെ പേര് എടുത്തു വെച്ചിട്ട് ഹൈലൈറ്റ് ചെയ്ത് ഓരോ പരിപാടികൾ ഒപ്പിക്കുക. ഇതൊക്കെ കാരണമാണ് ഇവരെ ഞാൻ സപ്പോർട്ട് ചെയ്യാത്തത്. എന്തൊക്കെ ഡയലോഗാണ് ഇവർ വന്നിരുന്ന് അടിച്ചത്? നിങ്ങൾ ഒന്നും കൂടെ കേട്ടു നോക്കിക്കേ. സൂചിച്ചേട്ടൻ മരിച്ചു പോയതല്ലേ, പിന്നെ അങ്ങനെ സുധിയുടെ തണലിൽ ജീവിക്കുന്നത്? അതല്ലേ പറഞ്ഞ സൂചിച്ചേട്ടൻ മരിച്ചുപോയി. ഇതുവരെ തണലിലായിരുന്നു. മരിച്ചുപോയ ആളുടെ തണലിൽ ജീവിക്കാന്ന് പറഞ്ഞാൽ അതൊരു രേണുവിന് സ്വന്തം അഡ്രസ് ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചാൽ രേണു എന്നുള്ള ഒരാളുണ്ടായിരുന്നു, അഡ്രസ്സും ഉണ്ടായിരുന്നു. പിന്നെ ഭർത്താവിന്റെ പേര് വെച്ചിട്ടല്ലാതെ വേറെ പേരിൽ അറിയപ്പെടാൻ പറ്റത്തില്ല. ആ ഒരു മനുഷ്യന്റെ ഭാര്യ ആയതുകൊണ്ടാണ് നിങ്ങൾ ഇപ്പൊ 10 പേര് അറിഞ്ഞത്. അല്ലെങ്കിൽ നിങ്ങൾ ഒരു മനുഷ്യനും അറിയത്തുമില്ല, തിരിഞ്ഞു നോക്കത്തുമില്ല. രേണുക്ക് ചിലപ്പോൾ സ്വന്തമായിട്ടുള്ള അഡ്രസ്സും കാര്യങ്ങളൊക്കെ കാണും, പക്ഷെ ഇതൊന്നും നമുക്കാർക്കും അറിയത്തില്ല. പക്ഷെ കൊല്ലം സുധി എന്ന് പറയുന്ന ഒരു വ്യക്തി ആരാണ്? നല്ല ഫേമസ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. ആ ഒരു വ്യക്തിയെ അറിയാത്തവർ കേരളത്തിൽ ചുരുക്കമാണ്. അപ്പൊ ആ ഒരു വ്യക്തിയുടെ ഭാര്യ, കൊല്ലം സുധിയുടെ ഭാര്യ, ഏതെങ്കിലും ഒരു പരിപാടിയിൽ ചെന്ന് കഴിഞ്ഞാൽ എല്ലാവരും എന്താ പറയുന്ന, ആ കൊല്ലം സുധിയുടെ വൈഫ്. അങ്ങനെയാണ് നിങ്ങളെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇപ്പോഴും നിങ്ങൾ ആ പുള്ളിയുടെ തണലിൽ തന്നെയാണ് ജീവിക്കുന്നത്. ഈ കൊല്ലം സുധി എന്ന് പറയുന്ന ആള് ഇപ്പൊ ജീവിച്ചിരിപ്പില്ലെന്ന് നിങ്ങളെ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആങ്കർക്കും അറിയാം. പക്ഷെ ആ പുള്ളി ചോദിച്ച ചോദ്യം എന്താണ്? നിങ്ങൾ ആ പുള്ളിയുടെ ഐഡന്റിറ്റിയിലല്ലേ ജീവിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ
നിങ്ങൾ അതിനുള്ള എഗെയിൻസ്റ്റ് ആയിട്ടാണ് സംസാരിക്കുന്നത്. കഴിഞ്ഞ ദിവസം രേണു വേറൊരു സ്റ്റേറ്റ്മെന്റ് നടത്തിയിട്ടുണ്ടായിരുന്നു, സുധിയെ പോലെ എന്നെയും മണ്ണിന്റെ അടിയിൽ കൊണ്ട് വെക്കണമെന്ന്. പറച്ചോനോർത്ത് പബ്ലിക്കിന്റെ മുന്നിൽ വന്നിരുന്ന് ഇങ്ങനെയുള്ള വിവരക്കേടൊന്നും പറയരുത്. ആൾക്കാർക്കൊക്കെ നിങ്ങളോടുള്ള വെറുപ്പ് കൂടത്തേ ഉള്ളൂ. ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് കറങ്ങുന്ന ഒരു വീഡിയോയും കൂടെ ഉണ്ട്, രേണു സുധിക്ക് ഡിപ്രഷൻ ആയിട്ടുള്ള എന്തോ കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന്. കുറച്ച് നാളുകൾക്ക് മുന്നേ നമ്മുടെ ഈ മരിച്ചുപോയ കൊല്ലം സുധിച്ചേട്ടൻ തന്നെ പറയുന്ന ഒരു വീഡിയോ ഉണ്ട്. ആ വീഡിയോ ഒന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാണിച്ചു തരാം. ഞാൻ ഇതുവരെ പറയാത്തൊരു കാര്യമാണ്, പക്ഷെ അതെനിക്ക് പറഞ്ഞേ പറ്റുള്ളൂ. വൈഫിന് മെൻ്റലി ഡിപ്രഷൻ ഉണ്ട് പുള്ളിക്കാരിക്ക്. അത് രണ്ടാമത്തെ കുഞ്ഞിൻ്റെ പ്രസവത്തിൽ സംഭവിച്ചു പോയാണ്. അപ്പം അത് ഓവറായിട്ടുള്ള ടെൻഷൻ പുള്ളിക്കാരിക്ക് പറ്റില്ല. അതിൻ്റെ ടാബ്ലറ്റ്, അതിൻ്റെ ഡീറ്റെയിൽസ്, പിന്നെ പപ്പയുടെ കാര്യം പറഞ്ഞ് എല്ലാം പറഞ്ഞിട്ട് ഇതിനൊക്കെ പറ്റിപ്പോയതാണ് ഈ കാര്യങ്ങളൊക്കെ. എല്ലാം ഞാൻ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകുന്നുണ്ട്. അതിനിടയ്ക്കാണ് ഈ ജനങ്ങളെ ചിരിപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ സ്കിറ്റുകളും കാര്യങ്ങളെല്ലാം ചെയ്യണതും എല്ലാം. ഒന്നുമില്ല, ഒരു കുഴപ്പമില്ല. എന്നെ കുറ്റം പറയാതിരിക്കുക, സപ്പോർട്ട് ചെയ്യുക, എനിക്ക് അത്രേ പറയാനുള്ളൂ. പിന്നെ കേട്ടല്ലോ, ഇത് അന്ന് കൊല്ലം സുധിച്ചേട്ടൻ പറഞ്ഞ വാക്കുകളാണ്. അതായത് സുധിച്ചേട്ടന്റെ രണ്ടാമത്തെ മകനെ പ്രസവിച്ചതിന് ശേഷം ഉണ്ടായ സംഭവമാണ്. ശരിക്കും രേണു സുധിക്ക് ഇതുപോലുള്ള ഒരു അസുഖങ്ങൾ ഉണ്ടെങ്കിൽ ഈ ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു ഷോയിലോട്ട് എങ്ങനെ സെലക്ട് ചെയ്യാൻ പറ്റും? എനിക്ക് അതിനെ കുറിച്ച് കാര്യമായിട്ടൊന്നും അറിയത്തില്ല. എന്തായാലും ബിഗ് ബോസിനകത്തോട്ട് പുള്ളിക്കാരത്തിയെ സെലക്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ഈ കാര്യത്തെ കുറിച്ചുള്ള സത്യാവസ്ഥകളൊക്കെ അന്വേഷിച്ചിട്ട് വേണം ഇതിനകത്തോട്ട് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. മെന്റലി ഡിപ്രഷൻ ആയിട്ടുള്ള വ്യക്തിനെയും മെന്റലി ഡൗൺ ആയിട്ടുള്ള വ്യക്തിയെയും ഈ ഒരു ഷോയിലോട്ട് അവർ എടുക്കത്തില്ല. അതാണ് ആ ഒരു ഷോയുടെ രീതി അനുസരിച്ച്. നമ്മളെല്ലാവരും ആ ബിഗ് ബോസ് എന്നുള്ള ഒരു പ്രോഗ്രാം കണ്ടിട്ടുള്ളതാണല്ലോ. എനിക്ക് രേണുസുധിയുടെ ഇന്റർവ്യൂവും ഇതിനകത്തെ ഷോർട്ട് ഫിലിമും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ എനിക്ക് തോന്നിയിട്ടില്ല ബേസിക്കലി ഇവർക്ക് ഒരു മെന്റലി പ്രോബ്ലം ഉള്ളതായിട്ട്. ഈ കാണുന്നവർക്ക് അങ്ങനെയൊക്കെ തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കത് തീർച്ചയായിട്ടും എന്റെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാം. എന്തായാലും ഈ വീഡിയോ നല്ല രീതിയിൽ കിടന്ന് സോഷ്യൽ മീഡിയയിൽ കറങ്ങുന്നുണ്ട്. ഇനി രേണുസുധി 2 ദിവസം മുന്നേറ്റ് ഒരു ലൈവ് ഉണ്ട്. ആ ലൈവ് ഒന്ന് നിങ്ങൾ കാണേണ്ടത് തന്നെയാണ്. ഞാനത് നിങ്ങൾക്ക് വേണ്ടി കാണിച്ചു തരാൻ. കണ്ടോ? പോടാ ചെറ്റ്, നീ എന്നെയാണോ പൂ കൂട്ടി വിളിക്കുന്നത്? നീ എടാ ചെറ്റ, നാണം കൊണ്ടോടാ നിനക്ക് ഒരു പെണ്ണിനെ വന്ന് പൂ കൂട്ടി വിളിക്കാൻ? നാണം കെട്ടവനെ. എടാ എനിക്ക് വിളിക്കാൻ അറിയാത്തതുകൊണ്ടൊന്നുമല്ല, രേണുസുധി ചീത്ത വിളിക്കത്തില്ല, മനസ്സിലായോ? നാണം കെട്ടവനെ, നാണം കെട്ടവനെ, എന്റെ ലൈവിൽ വരാതെ ഇറങ്ങിപ്പോടാ നാണം കെട്ടവനെ. നീ എന്നെ അതേ അടുത്തത് അസലെടി, ഒരുത്തന്റെ കമന്റ് അസല് വെടി. അവന്റെ പേര് പോലും ഇല്ല, നാള് പോലും ഇല്ല. ആടാ വാടാ വാടാ, അവൻ എന്നെ അസല് വെടിയെന്ന്. ആടാ, അതിന് നിനക്കെന്താടാ? അവൻ എന്നെ അസല് വെടിയെന്ന്. എടാ നല്ല തന്തക്ക് പറഞ്ഞവനാണെങ്കിൽ നേരിട്ട് വാടാ, വന്നിട്ട് സംസാരിക്കടാ, മൂത്തോക്കി സംസാരിക്ക. അതാണ് ആണത്തം. മീശ വെച്ച് വെറുതെ നടന്നാ പോരാ. പൊന്നും അവന് പ്രൊഫൈല് പോലും ഇല്ലടി, അസല് വെടിയെന്ന്. 2 ദിവസം മുന്നേ ഇൻസ്റ്റാഗ്രാമിൽ രേണുസുധിയുടെ ലൈവാണ് നിങ്ങൾ ഇപ്പൊ കണ്ടുകൊണ്ടിരുന്നത്. കമന്റിൽ കുറെ ആൾക്കാർ തെറി വിളിക്കുന്നവരുണ്ട്. ഈ തെറി കമന്റ് ഇടുന്നവർക്ക് പിന്നെ തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള റിപ്ലൈ തന്നെ കൊടുക്കണം. അങ്ങനെയാണ് എല്ലാവരും പറയുന്നത്. ഈ തെറി വിളിക്കുന്ന കാര്യത്തിനകത്തോട്ടൊന്നും എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല. ഈ ഒരു ബോധവും വിവരവും ഇല്ലാത്ത ആൾക്കാരൊക്കെയാണ് ഈ ലൈവിൽ പബ്ലിക്കായിട്ട് വന്നിരുന്ന് കമന്റ് ഒക്കെ അടിക്കുന്നത്. ഒരിത്തിരി അവർക്ക് എത്രത്തോളം വിവരം ഉണ്ടെന്ന് നിങ്ങൾക്ക് ആ കമന്റ് കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാവുന്നതല്ലേ ഉള്ളൂ. പക്ഷെ ആ ഒരു വേർഡ് എടുത്ത് വെച്ചിട്ട് ഇവര് പിന്നെയും പിന്നെയും റിപ്പീറ്റ് ചെയ്ത് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലാവുന്നില്ല. ഇത് അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ശരിയായ നടപടിയാണോ? ഒരിക്കലും അല്ല. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ആ കമന്റ് ഡിലീറ്റ് ചെയ്യാം, ആ കമന്റ് ബ്ലോക്ക് ചെയ്യാം. നിങ്ങൾ എന്തുകൊണ്ട് അത് ചെയ്യുന്നില്ല? നിങ്ങൾ തന്നെ പറയുന്നുണ്ട് എനിക്ക് ഓരോ കമന്റ്സും ഭയങ്കര മെന്റലി ഭയങ്കര പവർ കിട്ടുന്നതാണ്, പൂമാല പോലെയാണെന്നൊക്കെ. നെഗറ്റീവ് കമന്റ് കണ്ടിട്ടില്ലെങ്കിൽ എനിക്ക് മാനസികമായിട്ടുള്ള ഒരു പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന് എന്നൊക്കെ നിങ്ങൾ വന്നിരുന്ന് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ വീണ്ടും വീണ്ടും ഇങ്ങനത്തെ വാക്കുകളൊക്കെ എടുത്തു വെച്ച് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ വില തന്നെയല്ലേ അവിടെ നഷ്ടപ്പെടുന്നത്. ലൈവിൽ വരുമ്പോ ഇങ്ങനെയുള്ള കമന്റുകളൊക്കെ വരുമ്പോ അവരെ ബ്ലോക്ക് ചെയ്യണം, അതാണ് നല്ലത്. ബാക്കി കൂടെ കേട്ടോ. നാണം സംസാരിക്കടാ. അഭിനയിക്കുന്ന ഓരോ മനുഷ്യനെ അഭിനയിച്ചോണ്ട് അതിനൊരു വെടിയാവൂടാ, നാണം കെട്ടവനെ. വെടി എന്നെ സത്യം, നീ നിനക്ക് നാണം ഉണ്ടോടാ വെടി വെടി എന്നൊക്കെ വിളിക്കാൻ? പുകടി മോഡൽ കുത്തു നല്ലത് കൊണ്ട് കാണാൻ എന്താടെ, മനസ്സിലായോ? ഈ വെടി വെടി എന്ന് അതിന്റെ അർത്ഥം എന്തുവാ നിനക്കറിയാവോടാ? സീരിയസ്ലി എനിക്കത് പറയാൻ പോലും പറ്റുന്നില്ല. നീ നാണം കെട്ടവനെ. നീയൊക്കെ എന്നെ സ്റ്റാൻഡേർഡ് ആയിട്ട് തന്നെയാണ് സംസാരിക്കുന്നത്. അപ്പൊ ഇങ്ങോട്ട് പറയുന്നതോ സ്റ്റാൻഡേർഡിന്? നീ പോടാ, നീയാണ് എന്നെ നിർത്തിക്കാൻ വരുന്നത് വിനോദേ. നീയല്ല, നിന്റെ തന്ത വിചാരിച്ചാലും രേണുസുധി നിർത്തത്തില്ല കേട്ടോ. ഒരുത്തം വന്ന് നിർത്തിക്കോളാം. എന്താണ് നിന്റെ തലേക്കറിയാണോ ഞാൻ ലൈവ് വരുന്നത്? നിന്റെ തലേക്കറിയാണോ ഞാൻ ഇതൊക്കെ ചെയ്യണത്? ഒരുപാട് ഹാർട്ട് കിട്ടിയല്ലോ. ഇതിനകത്ത് ഏത് ഹാർട്ടാ മക്കളെ? വൈറ്റ് ഹാർട്ട് ഇല്ലേടേ? സാലെല്ലാം ഞാൻ എടുത്തു. ഇതായിരുന്നു ആ ലൈവ് എന്ന് പറയുന്നത്. നിങ്ങൾ കണ്ടല്ലോ, വളരെ വ്യക്തമായിട്ട് കണ്ടല്ലോ. ഇത് വ്യക്തമായിട്ടുള്ള സ്റ്റാൻഡേർഡിലാണ് സംസാരിക്കുന്നതെന്ന് പറഞ്ഞിട്ട് ഇവര് തന്നെ അതൊക്കെ എടുത്ത് വെച്ച് സംസാരിക്കുന്നുണ്ട്.
ഒന്നും പറയാനില്ല. നിങ്ങൾക്ക് നെഗറ്റീവ് കമന്റ്സ് കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് ഈ ലൈവ് പോകുന്ന സമയത്ത് കുറെ നരമ്പേടിയന്മാരൊക്കെ വരാം, നിങ്ങൾ ആ ഒരു കമന്റ് ഒക്കെ ഡിലീറ്റ് ചെയ്യാം, ബ്ലോക്ക് ചെയ്യാം. വെറുതെ വന്നിരുന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വെറുതെ ചീത്തവിളിയും തെരുവിളിയൊക്കെ ആയിട്ട് മടുപ്പല്ലേ അതൊക്കെ. ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ വെറുതെ ഉള്ള വിലയും കൂടെ കളയുക. ഇതൊക്കെ കണ്ടിട്ട് എനിക്ക് ഇത്രേ പറയാനുള്ളൂ. ഇത് മാത്രമല്ല, വേറൊരു ഇന്റർവ്യൂ കൂടെ ഉണ്ടായിരുന്നു. അതായത് സുധിച്ചേട്ടന്റെ ആണ്ടിന്റെ അന്ന് ഈ മീഡിയക്കാരെല്ലാവരും വിളിച്ചു വരുത്തിയിട്ട് മറ്റേ സുധിച്ചേട്ടന്റെ കല്ലറേന്റെയൊക്കെ അവിടെ പോയിട്ട് ഒരു കരയുന്ന സീനൊക്കെ ഉണ്ടായിരുന്നു. ആ കരച്ചിൽ കണ്ടിട്ട് ഒരു മനുഷ്യർക്കും അത് റിയൽ ആയിട്ട് തോന്നിയിട്ടില്ല. എല്ലാവരും പറഞ്ഞത് അത് നാടകമാണെന്ന് തന്നെയാണ്. അതിന്റെ ഒരു റിപ്ലൈ കൂടെ ലേറ്റസ്റ്റ് ഇന്റർവ്യൂക്കകത്ത് കൊടുക്കുന്നുണ്ട്. അതായത് ആ ക്യാമറ എടുത്ത ആംഗിളിനാണ് പ്രശ്നം, ക്യാമറക്കാർ അങ്ങനെയൊക്കെ ഷൂട്ട് ചെയ്തു എന്നതാണ് പ്രശ്നം എന്നൊക്കെ. ഈ പറയുന്ന വ്യക്തി തന്നെയാണ് ആ മീഡിയക്കാരെ മുഴുവൻ അവിടെ വിളിച്ചു വരുത്തിയത്. അതൊന്ന് കണ്ടിട്ട് വരാം. അതുപോലെ ഇന്നലെ ഒരു വീഡിയോ ഞാൻ അങ്ങനെ കാണാറില്ല, കമന്റ് വായിക്കല്ല, ജസ്റ്റ് നോക്കിയപ്പം സുധിച്ചേട്ടന്റെ കല്ലറയിൽ ചെന്ന് ഇങ്ങനെ ഞാൻ സത്യം പറഞ്ഞ എന്റെ കണ്ണുനീരൊക്കെ ഞാൻ എല്ലായിടത്തും പറയും. ഇപ്പൊ ഒരു ഷൂട്ടിന് പോയാലും എനിക്ക് കരയേണ്ട സീനാണെങ്കിൽ എനിക്ക് കണ്ണുനീര് വരത്തില്ലെന്ന് പറയും. കാരണം നമ്മൾ മാക്സിമം കരഞ്ഞ് തീർത്തിട്ടുണ്ട് ആരും കാണാതെ. അപ്പൊ എനിക്ക് ഗ്ലിസറിൻ തരൂ, ഞാൻ കരഞ്ഞോളാം. ഗ്ലിസറിൻ തേച്ചാലേ ഞാൻ കരയത്തുള്ളൂ. കാരണം കണ്ണുനീരൊക്കെ പറ്റി 2 വർഷമല്ലേ. അപ്പം ഞാൻ മാക്സിമം കരയാതെ ഇങ്ങനെ നമുക്ക് ഉള്ളിൽ നല്ല വിഷം. അപ്പം അടിയിൽ നിന്ന് ഇങ്ങനെ ഈ ഇതിന്റെ അടിയിൽ ക്യാമറ, നമ്മൾ അവരെ കുറ്റപ്പെടുത്തിയല്ല, അവർക്ക് എടുക്കാനുള്ള സൗകര്യത്തിന് ചെയ്തു മീഡിയാസ്. പക്ഷെ അതിന്റെ അടിയിലെ കമന്റ് അവള് ക്യാമറമാനെ അതിന്റെ അടിയിൽ കുത്തി വെച്ചിട്ട് അവള് എന്തുവാ വീഡിയോ അഭിനയിക്കുവാണ് അവള്. എനിക്ക് എന്റെ ഹസ്ബൻഡിന്റെ കല്ലറയ്ക്ക് മുന്നിൽ അഭിനയിക്കേണ്ട കാര്യമില്ല. പിന്നെ ഈ പറയുന്ന നെഗറ്റീവ് കമന്റ്സ് എനിക്ക് വിഷയമല്ല. കേട്ടല്ലോ, അതായത് ഈ ക്യാമറ അടിയിൽ കൊണ്ടുവച്ചിട്ട് എടുത്തതിന്റെ പ്രശ്നമാണ്. ഈ പറയുന്ന ഇവരെ തന്നെയാണ് അവിടെ ആ മീഡിയക്കാരെ മുഴുവനും വിളിച്ചു വരുത്തിയത്. എന്റെ കണ്ണിൽ കണ്ണീര് വരുത്തില്ല എന്ന്. നിങ്ങൾ കണ്ടായിരുന്നല്ലോ, പ്രതീഷിന്റെ ഭാര്യയും കൂടെ അവിടെ പോകുന്ന സമയത്ത് ആ പുള്ളിക്കാരത്തി കരയുന്നത് നിങ്ങൾ കണ്ടില്ലായിരുന്നു. ഇതൊക്കെ കാണുമ്പോഴത്തേക്ക് ആൾക്കാർ നിങ്ങളെ എന്തുവാ പറയേണ്ടത്? ഇത്രയൊക്കെയാണ് രേണുസുധിയുടെ പുതിയ കാര്യങ്ങൾ. ഇതൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് വെച്ച് കഴിഞ്ഞാൽ എന്റെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.